അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. صدق الله العلي العظيم. وقال رسول الله صلى الله عليه وسلم: نعمتان مغبون فيهما كثير من الناس الصحة والفراغ. صدق رسول الله الكريم. ബഹുമാന്യരും ആദരണീയരുമായ മുബാറക്കായ സദസ്സിൽ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ മഹൽ വ്യക്തിത്വങ്ങൾ, വിശേഷിയായി പരിപാടിയുടെ പ്രാരംഭ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ച സയ്യിദ് ഹബീബുള്ള തങ്ങൾ, സയ്യിദ് മുത്തലിബ് തങ്ങൾ അരിമ്പ്ര, സയ്യിദ് ഫസൽ തങ്ങൾ കാളാവ്, അഭിനന്ദരും ആദരണീയരുമായ യോഗാധ്യക്ഷൻ മുഹമ്മദ് അൻവർ റഹ്മാനി, സ്വാഗത ഭാഷകൻ സബിൻ പട്ടിക്കാട്, ഇവിടെ നമ്മിലേക്ക് വീഡിയോ ക്ലിപ്പിംഗ് സഹിതം വിഷയാവതരണം നടത്തി ഇടപെടാനിരിക്കുന്ന അഭിനന്ദരും ആദരണീയരുമായ സൽമാൻ അസ്ഹരി, എൻ്റെ ആത്മസുഹൃത്തും ജിദ്ദ SICയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ആനക്കയം സൽമാൻ ദാരിമി, അഭിനന്ദരും ആദരണീയരുമായ അബ്ദുസമദ് ഫൈലി കുരുവമ്പലം, സിദ്ദി ഫൈലി ഏലംകുളം, ഖാസിം പട്ടിക്കാട്, മുഹമ്മദ് ഫൈസി പാതാർ, മറ്റു ആദരണീയരും ബഹുമാനീയരുമായ വേദിയിലും സഹസിലും സന്നിഹിതരായ പണ്ഡിത മഹത്തുക്കൾ, ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെയും കീഴ്ഘടകങ്ങളുടെയും വിശിഷ്യ SKSFന്റെ കർമ്മോത്സുകരായ സഹപ്രവർത്തകർ, ഈ പ്രോഗ്രാം ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങൾ അടക്കമുള്ള അഭ്യുദയകാംക്ഷികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും ശാരീരിക, മാനസിക, സാമ്പത്തികമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും പടച്ചോൻ നമുക്ക് മോചനം നൽകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. നമുക്ക് ഈ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ പ്രബോധനങ്ങൾ, പ്രവർത്തനങ്ങൾ നമ്മിലേക്ക് സമർപ്പിച്ചു തന്ന മഹാമനീഷികൾ ഒരുപാട് വിട പറഞ്ഞു പോയ മാസമാണ് നമ്മൾ നിലകൊള്ളുന്നത്. അതോടൊപ്പം ഔലിയാക്കളിൽ ശ്രേഷ്ഠവാരായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവർ, അവരുടെയൊക്കെ ദറജ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. മഹാനായ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു അസ്റാറഹും, അവരെല്ലാം നമ്മൾ ഈ സമയത്ത് അനുസ്മരിക്കേണ്ടതുണ്ട്. അവരുടെയൊക്കെ ദറജ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. അവരുടെ മദദ് റഹ്മാൻ നമ്മിലേക്ക് നൽകട്ടെ. ബഹുമാന്യരെ, ദീർഘമായിട്ടൊന്നും ഉദ്ഘാടന ഭാഷണം എന്നുള്ള നിലക്ക് സംസാരിക്കുന്നില്ല. കാരണം നമ്മളൊക്കെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇന്നത്തെ ഈ യോഗം കൊണ്ടുള്ള ലക്ഷ്യം എന്താണോ ആ ഒരു ലക്ഷ്യത്തിന്റെ പ്രഭാഷണം കേൾക്കാനിരിക്കുകയാണ്. അത് അവതരിപ്പിക്കാനുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തന രംഗത്ത് കഴിഞ്ഞൊരു നൂറ്റാണ്ട് കാലത്തോളമായി കേരളത്തിൽ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിൽ, ഇതര രാജ്യങ്ങളിൽ വരെ സ്തുത്യർഹമായി ഇടപെടൽ നടത്തി നമ്മിലേക്ക് സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന മഹിതമായ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. വിശിഷ്യ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥമായ ആശയാദർശങ്ങൾ കഴിഞ്ഞൊരു നൂറ്റാണ്ട് കാലത്തോളമായി നമ്മിലേക്ക് സമർപ്പിച്ചു വരുന്നു, സമൂഹത്തിലേക്ക് സമർപ്പിച്ചു വരുന്നു. ഇത് മറ്റൊരു അഭിപ്രായത്തിന് ചാൻസ് ഇല്ലാത്ത രൂപത്തിൽ കേരളത്തിലെ എല്ലാ മനുഷ്യ വ്യക്തിത്വങ്ങളും ഒന്നിച്ച് സമ്മതിക്കുന്ന കാര്യമാണ്. അവരുടെ തൂലികകളിലും വചനങ്ങളിലുമൊക്കെ അത് പലപ്പോഴായി നമ്മിലേക്ക് ബോധ്യപ്പെട്ടതാണ്.
അതുകൊണ്ട് തന്നെ ആ മഹിതമായ പ്രസ്ഥാനത്തിന്റെ അനുഭാവികളാകുക, വക്താക്കളാവുക, പ്രബോധകരാവുക, പ്രവർത്തകരാവുക എന്നത് വിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യത്തിൽ നമ്മളും ഒരു ഇടപെടൽ നടത്തുന്നു എന്ന ആത്മീയ അനുഭൂതി ലഭ്യമാകുന്നതോടൊപ്പം അള്ളാഹുവിൽ നിന്ന് വലിയ പ്രതിഫലം കാക്ഷിക്കാൻ ഉതകുന്നത് കൂടിയാണ്. അത്തരത്തിൽ അള്ളാഹു കബൂലാക്കട്ടെ എന്നും കൂടെ സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. മഹിതമായ പ്രസ്ഥാനം അൽഹംദുലില്ലാഹ് 100 വർഷം പൂർത്തീകരിച്ച് അതിന്റെ സമാപന സമ്മേളനം കാസർഗോഡ് കുനിയയിൽ അടുത്ത ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുകയാണ്. ഇത്തരം പരിപാടികളൊക്കെ അതിന്റെ പ്രചരണങ്ങളാണ്. SKSF, SYS, SMF ഏത് തലത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കീഴ്ഘടകങ്ങൾ ഏത് പരിപാടി വെക്കുകയാണെങ്കിൽ അത് ഈ മഹിതമായ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തെ എതിർക്കാൻ വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയാണെങ്കിൽ പോലും 100ാം വാർഷിക സമ്മേളന പ്രചരണമായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തന്നെ വിജയകരമാകുന്ന രൂപത്തിൽ ഇടപെടാൻ നമ്മേക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ ഖുർആൻ നമ്മോട് അധ്യാപനം നടത്തുന്നത് വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ ഗുണകരമായ കാര്യത്തിൽ സഹകരിക്കുക, ഇടപെടുക, സഹായിക്കുക, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതോപദേശം കൊണ്ടും. അതാണ് മഹിതമായ പ്രസ്ഥാനം ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തോളമായി നമ്മിലേക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം കാര്യമായി നമ്മുടെ ജീവിതത്തിലും സമർപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മളും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ വിദ്വേഷപരമായ, ശത്രുതാപരമായ, പരസ്പരം ഒരുപാട് സ്പർദ്ധയുണ്ടാക്കുന്ന രൂപത്തിൽ നിങ്ങൾ സഹായിക്കണ്ട, സഹകരിക്കണ്ട, അതിനുള്ള പരിപാടികൾ സംഘടിപ്പിക്കണ്ട എന്ന് വിശുദ്ധമായ ഖുർആന്റെ അധ്യാപനം. ആ അധ്യാപനം അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോ സ്വാഭാവികമായും ഈ അധ്യാപനത്തിന് എതിരായി വരുന്ന ഇടപെടൽ നടത്തുന്നവരെ തുറന്നു കാണിക്കേണ്ട ബാധ്യത മഹിതമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പ്രസ്ഥാനത്തിൽ താല്പര്യപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾക്കാണ്. ഈ ഒരു ആശയത്തെ അല്ലെങ്കിൽ ഈ ഒരു ആയത്തിന്റെ പാശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഈ ആയത്തിന്റെ ആശയത്തെ എതിർത്തുകൊണ്ട് മറ്റുള്ളവരിൽ സ്പർദ്ധയുണ്ടാക്കാനും ഗുണത്തിൽ നിന്ന് വിദ്വേഷപരമായ അവസ്ഥയിലേക്ക് എത്തിക്കാനും ചില ഛിദ്രശക്തികൾ ശ്രമം നടത്തുമ്പോൾ അത് നമുക്ക് നല്ലതല്ല, അന്യമാണ് എന്ന് സമൂഹത്തിലേക്ക് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത മഹിതമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴ്ഘടകം ഭാരവാഹികൾക്കുണ്ട്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്ന മഹിതമായ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ. അതുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണ മേഖലാ കമ്മിറ്റി ഇത്തരം ഒരു പരിപാടി വെച്ചത് ഇവിടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഒരു പരിപാടി അഥവാ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധമായ ഖുർആന്റെ അധ്യാപനത്തിനെ തള്ളിക്കളയുന്ന രൂപത്തിൽ പരസ്പരം സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി വിശിഷ്യ അഖിലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിത്വങ്ങൾക്കിടയിൽ ബഹുമാനപ്പെട്ട അഖിലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശ പ്രചരണ രംഗത്തുള്ള മഹിതമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ അതിന്റെ നേതൃത്വത്തെ അടച്ചാക്ഷേപിക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തിയപ്പോ അത് സമൂഹത്തിലേക്ക് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്ക് തന്നെയാണ്. അതിന് തന്നെയാണ് ഈ പരിപാടി വെച്ചിട്ടുള്ളത്. മാത്രമല്ല വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം നിഅമതാനി മഅ്മൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഅ്, രണ്ട് അനുഗ്രഹം മനുഷ്യ ജന്മങ്ങൾക്ക് അല്ലാഹു നൽകുകയാണ്. ഒരുപാട് അനുഗ്രഹം നൽകിയ കൂട്ടത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് അനുഗ്രഹത്തെ പ്രത്യേകം എടുത്തു പറയാം. മഅ്മൂനും ഫീഹിമാ, ആ രണ്ട് അനുഗ്രഹത്തിൽ വഞ്ചിതരാകരുത്. മഅ്മൂനും ഫീഹിമാ, വഞ്ചിതരാണ് ആ രണ്ട് അനുഗ്രഹത്തിൽ. കസീറും മിനന്നാസ്, അധിക മനുഷ്യരും വഞ്ചിതരായ രണ്ട് അനുഗ്രഹമുണ്ട്. ആ രണ്ട് അനുഗ്രഹം എന്താ? ഒന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അസ്വിഹ, മനുഷ്യന്റെ ആരോഗ്യമാണ്. മറ്റൊന്ന് വൽ ഫറാ, മനുഷ്യന്റെ ഒഴിവ് സമയം.
അപ്പൊ മഹിതമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെയും അതിന്റെ കീഴ്ഘടകങ്ങളുടെയും നേതാക്കന്മാർ, ഭാരവാഹികൾ പറയാണ്, നേരത്തെ സൂചിപ്പിച്ച ആയത്തിന്റെ പശ്ചാത്തലത്തിലും ഇപ്പൊ സമർപ്പിച്ച ഹദീസിന്റെ പശ്ചാത്തലത്തിലും നമ്മൾ വിദ്വേഷമുള്ളവരാവരുത്, നമ്മൾ ഗുണകാംക്ഷികളാവണം, നമ്മൾ പരസ്പരം സ്പർദ്ധയുണ്ടാക്കുന്നവരാവരുത്, നമ്മൾ നന്മ ഉപദേശിക്കുന്നവരാവണം, നമ്മൾ രണ്ട് അനുഗ്രഹത്തിൽ വഞ്ചിതരാവരുത്. ആ രണ്ട് അനുഗ്രഹത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് ശുക്ർ പറയുന്നവരാവണം. ഈ അനുഗ്രഹം അള്ളാഹു നൽകിയത് കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തന്നെ ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി ഈ അനുഗ്രഹം ഉപയോഗപ്പെടുത്തുന്നവരാവണം. അതിനാണ് ഈ പരിപാടി. ആ രണ്ടനുഗ്രഹത്തിൽ വഞ്ചിക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ് കഴിഞ്ഞ ദിവസം ആ പരിപാടി നടത്തിയത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് അനുഗ്രഹത്തിൽ അധികം മനുഷ്യരും വഞ്ചിതരാണ്. ആ വഞ്ചിതരായ ആളുകൾ അത്തരം പരിപാടികൾ നടത്തും. എന്നാൽ വഞ്ചിതരാവാത്ത ആളുകൾ സമൂഹത്തിലേക്ക് അതിന്റെ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്താൻ ഇത്തരം പരിപാടികൾ നടത്തണം. അതിന്റെ ഭാഗമായി SKSF സംഘടിപ്പിക്കുക. രണ്ടനുഗ്രഹത്തിൽ പല ആളുകളും വഞ്ചിതരാണ്. ആരോഗ്യമുണ്ട്. ആ ആരോഗ്യത്തെ ഇങ്ങനെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അധ്യക്ഷൻ സയ്യിദുൽ ഉലമയാണ് ഇന്ന്. ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദാണ് ഇന്ന് അതിന്റെ സെക്രട്ടറി. അപ്പോ അത്തരം വ്യക്തിത്വങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന രൂപത്തിൽ, പ്രത്യേകിച്ച് സമൂഹത്തിലേക്ക് എല്ലാ നിലക്കുള്ള ആദരവും നൽകിക്കൊണ്ട് സമൂഹം തിരിച്ചും ആ ആദരവ് അഭിനന്ദനായ സയ്യിദുൽ ഉലമക്ക് നൽകിക്കൊണ്ട് മുന്നേറുമ്പോൾ അതിൽ അസൂയാലുക്കളായ ഏതാനും വ്യക്തിത്വങ്ങൾ നിരന്തരം അവരുടെ ഒഴിവ് സമയങ്ങൾ അവർ ഫേസ്ബുക്കിലായി, വാട്സപ്പിലായി, ഇൻസ്റ്റാഗ്രാമിലായി എഴുതാനും പറയാനും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒഴിവ് സമയം അങ്ങനെ വഞ്ചിതരാവണം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മോചിതരാവണം. സമൂഹത്തിലേക്ക് ഇതിന്റെ യാഥാർത്ഥ്യത്തെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള നിലക്ക് ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു പ്രബോധന ദൗത്യം ഇന്നത്തെ കാലത്ത് നിർവഹിക്കുന്ന രൂപത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, തങ്ങളെ മാതൃക അല്ലെങ്കിൽ അമ്പിയാക്കളുടെ മാതൃകയാണ് ഞങ്ങൾ ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. അപ്പൊ നാളെ വരും, നിങ്ങൾ അനങ്ങിയ അമ്പിയാക്കളെ അടുത്തേക്ക് ഇരിക്കുകയാണ്, എന്തിനാ അമ്പിയാക്കളെ അടുത്തേക്ക് എടുക്കണെന്നാ ചോദ്യം. മുമ്പ് ഞാൻ മലപ്പുറത്ത് ഒരു പ്രസംഗം നടത്തിയത് അപ്പൊ ഇതേപോലെ സംസാരിച്ചപ്പോ അനങ്ങിയ അമ്പിയാക്കളാണ് നമ്മുടെ മാർഗദർശികൾ. അമ്പിയാക്കളാണ് നമ്മുടെ മാർഗദർശികൾ. ആ അമ്പിയാക്കൾക്ക് ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഈ ഒരു വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം ഉലമാക്കളിലാണ്. ആ ഉലമാക്കളുടെ മഹിതമായ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിന്റെ കീഴ്ഘടകങ്ങളാണ് സൂചിപ്പിച്ചതുപോലെ SKSF അടക്കമുള്ള ഇത്തരം കമ്മിറ്റി ഭാരവാഹികൾ. അപ്പൊ അവർ പ്രവർത്തനം നടത്തുന്നത്, പ്രബോധനം നടത്തുന്നത് ആ 1,24,000 പരം അമ്പിയ മുർസലുകൾ ഏത് രൂപത്തിലാ പ്രബോധനം നടത്തി അതന്നെ. കാലത്തിനനുസരിച്ച് രൂപങ്ങൾക്ക് ചെറിയ മാറ്റം ഉണ്ടാവും. അന്ന് ഇതേമാതിരി LCD ക്ലിപ്പ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, ഇന്നിപ്പോ അതുണ്ടാവും. അതല്ല, പ്രബോധനം ദൗത്യം എന്ന ആ പൂർണ്ണാർത്ഥത്തിലുള്ള വിജയകരമായ അവസ്ഥയിലേക്ക് ഇന്നത്തെ കാലത്ത് കൊണ്ടെത്തിക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിത പ്രസ്ഥാനം അല്ലാതെ അതിന്റെ കീഴ്ഘടല്ലാതെ മറ്റാരുണ്ട്? ഇനി നമ്മളിങ്ങനെ പറയാതിരുന്നാലോ? ഇപ്പൊ SKSF എന്ന ഈ പഞ്ചാക്ഷരി പെരിന്തൽമണ്ണ മേഖലാ കമ്മിറ്റി ഇങ്ങനെ പറയാതിരുന്നാൽ പിന്നെ ആരത് പറയാ? അപ്പൊ അതിനുവേണ്ടി ഈ സംഘടിപ്പിച്ച പരിപാടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ തന്നെ ഖബൂലാക്കട്ടെ. മഹിതമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നത് ഹക്കായ പാതയാണ്. ആ ഹക്കായ പാത ഒരു നൂറ്റാണ്ട് കാലത്തോളമായി നമ്മിലേക്ക് സമർപ്പിച്ചത് കൊണ്ട് സമൂഹത്തിലേക്ക് ഒരു പോറലും പറ്റിയില്ല. ഏത് തരത്തിലും മാത്രമല്ല, യഥാർത്ഥമായ വിശ്വാസ ശൃംഖലയെ വാർത്തെടുക്കാൻ, അതിലൂടെ നന്മ സമൂഹത്തിലേക്ക് സമർപ്പിക്കാനും ഈ ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രബോധന ദൗത്യം വിജയകരമായി എത്തിക്കാൻ സാധ്യമായിട്ടുണ്ട്. ഇനി അതിന്റെ 100ാം വാർഷിക സമാപന സമ്മേളനം നടത്തുമ്പോൾ അത് നമുക്കെല്ലാവർക്കും വിജയകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെയൊക്കെ സാന്നിധ്യം, സഹകരണം, പ്രചോദനം, പ്രവർത്തനം, പ്രോത്സാഹനം ഉണ്ടാവണം എന്നുകൂടെ സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഛിദ്രശക്തികളിൽ നിന്ന് മഹിതമായ പ്രസ്ഥാനത്തെ, നമ്മുടെ നേതൃത്വത്തെ എല്ലാ നിലക്കും കാത്ത് സംരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദ്, ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ്, ഷെയ്ഖുന കൊയ്യോട് ഉസ്താദ് അടക്കമുള്ള ആ വ്യക്തിത്വങ്ങൾക്കും അതിന്റെ കീഴ്ഘടകങ്ങളും അതിന്റെ ഭാരവാഹികളും മുശാവറ മെമ്പർമാരടക്കമുള്ള എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുരാരോഗ്യം പ്രദാനം ചെയ്യട്ടെ, നന്മ പ്രദാനം ചെയ്യട്ടെ എന്ന്
സാന്ദർഭികമായി ദുആ ചെയ്യുന്നു. അതോടൊപ്പം ഫലസ്തീനിലെ ഗസയില് നമ്മുടെ സഹോദരങ്ങൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കാൻ, അവർക്ക് നേരാവണ്ണം ഭക്ഷണം കുടിക്കാൻ, പാനീയം കുടിക്കാൻ, ഭക്ഷണം കഴിക്കാൻ സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയിലാണ്. നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ഇത്തരം സദസ്സുകളിലൊക്കെ അവർക്ക് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് എല്ലാവിധ രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. അക്രമികളിൽ നിന്ന് മോചനം നൽകി സമാധാന അന്തരീക്ഷം നൽകി സന്തോഷകരമായ ഒരു വാർത്തയിലേക്ക് ഫലസ്തീനിലെ ഗസയിലെ അടക്കമുള്ള ലോക മുസ്ലിം സമൂഹത്തിൽ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സമൂഹത്തിന് അല്ലാഹു രക്ഷയും സമാധാനവും നൽകട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം ഉച്ചരിച്ച് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.